ക്യാമറ ഓണാക്കും, എല്ലാരും എന്തെങ്കിലും ഡാൻസ് കളിക്കും. സത്യമല്ലേ? ഓണാക്കി സ്റ്റാർട്ടാക്കി. എന്താണ് അറിയേണ്ടത്? ഒരു ചോദ്യം ചോദിക്കും. What do you want to know? What do you want to know? What do you want to know? What? What do you want to become after 30 years? 30 വർഷം. What do you imagine your life to be after 30 30 years? വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ എനിക്കൊരു 48 ഇയേഴ്സ് ആണ്. അതായത് എൻ്റെ അപ്പൻ്റെ ഇപ്പോഴത്തെ പ്രായം. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. വളരെ നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ കോടികളൊന്നും അങ്ങനെ ഞാൻ ഒരു കോടീശ്വരനാവാനോ ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്നും ആഗ്രഹിച്ചില്ലെങ്കിൽ 3 കുട്ടികൾ, അവർക്ക് നല്ല വിദ്യാഭ്യാസവും ജീവിതവും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശമ്പളം ഫോർ മീ ആൻഡ് മൈ വൈഫ്. പിന്നെ സ്കൂളൊക്കെ വിട്ട് ഞാനൊരു അധ്യാപകനാവാനൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അറിയില്ല സാധിക്കുമെന്ന്. അവളും ഒരു അധ്യാപിക ആവട്ടെ എന്നാണ് മനസ്സ് പറയുന്നത്. എന്തായാലും ലൈക്ക് ആസ് ലോങ് ആസ് ഷീ സപ്പോർട്ടീവ് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷെ ഒരു അധ്യാപികയായ ഈ 4 മണിക്ക് സ്കൂളൊക്കെ വിട്ടിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുകയും അവിടെ ഞാൻ ജോലിയിൽ സഹായിക്കുകയും യു നോ വാട്ട് ഐ മീൻ, ആ ഒരു ഫാമിലി ലൈഫ് ഉണ്ടല്ലോ, അത് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. 2 പേർക്കും ഒരേ തൊഴിലായി കഴിഞ്ഞാൽ ആ ഒരു ക്ലാഷ് ഉണ്ടാവത്തില്ലല്ലോ. പ്രൊഫഷണൽ വൈസ് എങ്കിലും മറ്റ് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് പ്രൊഫഷണലി ഒരു ക്ലാഷ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 4 PM പരിപാടി, സ്നാക്സ് കഴിക്കുന്നു, നമ്മുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു, അവിടെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ചായ ഇടുന്നു. യു നോ, ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, റെസ്പെക്ട്. പിള്ളേർ സ്കൂളിൽ നിന്ന് അല്ലെ, എനിക്ക് 48 വയസ്സെന്ന് പറയുമ്പോൾ എൻ്റെ പിള്ളേർ കോളേജിലായിരിക്കും. എൻ്റെ ഒരു നിഗമനം വെച്ച് ഐ ഡോണ്ട് നോ. ബട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. 30 വർഷത്തിന് ശേഷം വളരെ കൂടുതലാണ്. ഒരു 10 വർഷത്തിന് ശേഷമുള്ള കാര്യമാണ് ഇപ്പം എൻ്റെ മൈൻഡിലുള്ളത്. ഒരു 10-15 കൊല്ലം. 15 കൊല്ലം ഇപ്പം അതാണ്. 3 കുട്ടികളാണ് ആഗ്രഹം. പിന്നെ ഇതുപോലെ ടൈം ലൈഫിൽ വേണം. നമുക്ക് പൈസയേക്കാൾ കൂടുതൽ സമാധാനവും സമയവും വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരുപാട് കാശുണ്ടെന്ന് പറഞ്ഞാലും ഈ IT പ്രൊഫഷണൽസിനൊക്കെ ലക്ഷങ്ങൾ മാസം കിട്ടിയാൽ പോലും അവർക്കൊക്കെ ലൈഫിൽ ഒരു പീസ്ഫുൾ ആണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അഭിപ്രായമില്ല, അറിയില്ല. ഓക്കെ, എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കും. ബട്ട് എനിക്കറിയാവുന്ന കേസുകളിലെല്ലാം ഭയങ്കര വർക്ക് പ്രഷറും പരിപാടികളുമാണ്. 12-14 മണിക്കൂറൊക്കെ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം അതിനൊക്കെ എനിക്ക് താല്പര്യം നമുക്ക് ചിലവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വരുമാനം, നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വരുമാനം, നല്ല സമയം. ഇപ്പോൾ ഈ ടീച്ചറൊക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിനാരിയോ ആണ് ഞാൻ പറയുന്നത്. അതിന് എന്തെങ്കിലും മാറ്റം വരുമെന്ന് എനിക്കറിയില്ല. ഒരു 4-5 മണിയോടെ ഫ്രീ ആവും. പിന്നെ രാവിലെ ഒരു 10 മണിയൊക്കെ ആവുമല്ലോ സ്കൂളൊക്കെ ഒന്ന് ഓപ്പൺ ആവാൻ. വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ പോലും, വീടിൻ്റെ അടുത്താണെങ്കിൽ വളരെ സുഖം. 10 കിലോമീറ്റർ വരെ ദൂരം ആണെങ്കിൽ പോലും ഒരു അരമണിക്കൂർ മുമ്പ് ഇറങ്ങിയാൽ മതി വീട്ടിൽ നിന്ന്. അപ്പം അത്രയും ടൈം നമുക്ക് ആ ഒരു ഫാമിലി, ആ എൻ്റെ ഒരു വീട്, എൻ്റെ അപ്പനും അമ്മയും മനസ്സിലാവുന്നതെന്ന് വിശ്വസിക്കുന്നു. ആ ടൈം സ്പെൻഡ് ചെയ്യുന്നതിലാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻ്റെ ആഗ്രഹം അതാണ്. നമ്മൾ ഒരുപാട് പൈസ എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. അപ്പം അതാണ്. 30 വർഷം വളരെ കൂടുതലാണ്. പിന്നെ അവൻ ചോദിച്ചുകൊണ്ട് ഞാൻ ഉത്തരം പറയാൻ ശ്രമിച്ചതേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇമ്മോർട്ടാലിറ്റി പ്രൊജക്റ്റ് ഇല്ലേ, അതിൻ്റെ എന്താ? ഇമ്മോർട്ടാലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇമ്മോർട്ടാലിറ്റി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു ലെഗസി പോലെ. ലെഗസി യു വുഡ് ലൈക്ക് ടു ക്യാരി ഓൺ. ഈ ലെഗസി ഐ ലൈക്ക് ടു ക്യാരി ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ അലക്സ് ഉണ്ടല്ലോ, ഞാൻ ആൽവിൻ അലക്സ് തോമസ് ആണ്. അപ്പോൾ ഈ അലക്സ് ക്യാരി ഓൺ ചെയ്യണമെന്നുണ്ട്. എൻ്റെ അപ്പൂപ്പൻ്റെ പേരാണ്. അതിങ്ങനെ എൻ്റെ കുട്ടിക്കും അവൻ്റെ കുട്ടിക്കും ഇങ്ങനെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. അതൊരു ലെഗസി ആയിട്ട് കൊണ്ടുപോകണമെന്ന്. അതിലെന്താ ലെഗസി ഉള്ളത്? അതിൽ ലെഗസി ഉള്ളത് നമ്മുടെ ഒരു ഫാമിലി ഇതാണല്ലോ. എൻ്റെ അപ്പൂപ്പൻ്റെ ആ ഒരു പേര്, ആ ഒരു റിമംബറൻസ് എപ്പോഴും കാണും. ഞാൻ എൻ്റെ കുട്ടികളോട് എൻ്റെ അപ്പൂപ്പനെ പറ്റി പറഞ്ഞു കൊടുക്കും. അവരുടെ കുട്ടികളോട് എന്താ അച്ഛൻ്റെ പേര് ആൽവിൻ എന്നാണല്ലോ, പിന്നെ എന്തിനാ എൻ്റെ കൂടെ അലക്സ് ചേർത്തേക്കുന്നതെന്ന് എങ്ങാനും ആ കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മോൻ ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മോള് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എൻ്റെ അപ്പൂപ്പനാണ്, അദ്ദേഹത്തിൻ്റെ കഥകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം അത് ഒരു ലെഗസി ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് എൻ്റെ ഒരു ലെഗസി എന്ന് എനിക്ക് പറയാനുള്ളത്. നത്തിങ് എൽസ്. പണവും
പ്രശസ്തിയും എല്ലാം ക്യാരി ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രമാത്രം നിലനിൽക്കുമെന്ന് എനിക്ക് അറിയില്ല. അവർ ധൂർത്ത പുത്രന്മാരാണെങ്കിൽ എൻ്റെ പുത്രന്മാരായിരിക്കുമല്ലോ. അവരെങ്ങാനും ധൂർത്ത് കാണിച്ചു കഴിഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ ഈ പറഞ്ഞ രണ്ട് കാര്യം. ഇതൊക്കെയാണ് എൻ്റെ എല്ലാം ഒരു ഇമോഷണൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഉത്തരം പറയാൻ പറ്റും. അതാണ് എൻ്റെ കാര്യം. പിന്നെ എനിത്തിങ് എൽസ്? അങ്ങനെ എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹം? ഞാൻ എന്നെ തന്നെ ആഗ്രഹിക്കുന്നത് വളരെ നല്ലൊരു അധ്യാപകനായി അറിയപ്പെടണം എന്നാണ്. അതായത് ഞാൻ പല പേരുകളും എനിക്ക് വന്നേക്കാം, പക്ഷെ ഞാൻ ആത്മാർത്ഥമായി ഒരു ആൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ ആ പറഞ്ഞു കൊടുത്തതിന്റെ ഒരു ക്ലാരിറ്റി വെച്ച് എന്നെ ആൾക്കാർ ഓർക്കണമെന്നാണ് എനിക്ക് താല്പര്യം. ഇപ്പൊ ഞാൻ ഇത്ര നേരം സംസാരിച്ചല്ലോ, ഇപ്പം നിങ്ങള് വളരെ ഇപ്പൊ എന്റെ വായിന്ന് അങ്ങനെ വലിയ തെറ്റുകളൊന്നും വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇനി അങ്ങോട്ട് സംസാരിക്കുമ്പോഴേ എന്തെങ്കിലും തെറ്റ് വന്നാൽ ആ തെറ്റ് വെച്ചല്ല, അല്ലെങ്കിൽ എന്റെ ഫേസ് വെച്ചോ എന്റെ ഡ്രസ്സിങ് വെച്ചോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഒരു ടീച്ചിങ് സ്റ്റൈല് വെച്ച് ഓർമ്മിക്കപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം.